ഹലോ മകൾസ്, വെൽക്കം ടു എഡ്യൂബോട്ട്. എടാ, നമ്മൾ ഓണപ്പരീക്ഷ സെപ്റ്റംബറിലാണെന്നുള്ളത് ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്തു, ഒഫീഷ്യലി നോട്ടീസും കാര്യങ്ങളൊക്കെ ഇറക്കി. അപ്പോൾ ഈ വർഷം അത്യാവശ്യം സമയമുണ്ട് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാൻ. പൊതുവേ ഓണപ്പരീക്ഷ നടക്കുക ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ ഈ വർഷം സെപ്റ്റംബറിലാണ്. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 2-നാണ് ഐ തിങ്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ട് നമ്മൾക്ക് പഠിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, മെല്ലെ 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 പഠിച്ചു തുടങ്ങുക. അവസാനത്തേക്ക് ഒന്നായിട്ട് മലം മറിക്കുക എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം അവസാനത്തെ ഒന്നായിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ബേർഡൻ ആയിരിക്കും. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് തുള്ളി ആയിട്ട് പഠിക്കാം. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, പയ്യെ തിന്നാൽ പനയും തിന്നാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉഷാറായിട്ട് കുറച്ച് എന്ത് ചെയ്യുക, തുള്ളി ആയിട്ട് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് ഒന്ന് ഇപ്പം തന്നെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്താ പഠിച്ചു തുടങ്ങാം. അത് നമ്മളിപ്പോൾ എഡ്യൂബോട്ടിൽ ലൈവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ലൈവ് എന്ന് നമ്മൾ യൂട്യൂബിൽ ലൈവ് ക്ലാസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നോട്ട്സ്, പിന്നെ നമ്മളെ ഷോർട്ട് വീഡിയോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എന്താ നിങ്ങൾ പക്കാ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓണം എക്സാമിനെ കുറിച്ചാണ്. സോ ഓണം എക്സാമിന് ഏതൊക്കെ പോർഷൻസ്, എല്ലാ വിഷയത്തിലും ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ എന്താണ് പാഠഭാഗങ്ങളാണ് ചോദിക്കുക എന്നുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും മൈൻഡിലും ഉണ്ടാവും. അപ്പോൾ ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർഷം സെപ്റ്റംബറിലാണ് എക്സാം. പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞു ഓഗസ്റ്റിലാണ് എക്സാം നടക്കുക. അപ്പോൾ ഈ വർഷം ഒരു മാസം കൂടി എന്തുണ്ട്, എക്സാമിന് എന്തുണ്ട്, ഒരു ടൈം ഉണ്ട്. സ്വാഭാവികമായിട്ടും അക്കാദമിക് കലണ്ടറിൽ വന്നിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണം എക്സാമിൻ്റെ പോർഷൻസിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. അതായത് ഒരു മാസം ലേറ്റ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്കും കൂടി കണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി എന്താണ് ആഡ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഓണം എക്സാമിന് കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിലുള്ള ഓണം എക്സാമിൻ്റെ സിലബസിനെ അപേക്ഷിച്ചിട്ട് ചെറിയ ചില കുഞ്ഞു മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ സിലബസിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം അടിസ്ഥാന പാഠാവലി, നമ്മൾ മലയാളം. ഓക്കെ, മലയാളം സെക്കൻഡിൽ പിന്നെയും പൂക്കും ഈ ചില്ലകൾ, അതാണ് 1ാമത്തെ യൂണിറ്റ്. അതിൽ നിന്ന് പുതുവർഷം ആ വാഴവെട്ട്. ഓക്കെ, ഈ 2 ചാപ്റ്ററാണ് പരീക്ഷയ്ക്കുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. നമ്മളെ മലയാളത്തിൻ്റെ ജയ്സൽ സാർ അടിപൊളിയായിട്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ യൂണിറ്റ് 1-ൽ നിന്ന് ഏകദേശം ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. മൈ മിസ്റ്റീരിയസ് പിക്ചർ, ദ ബോയ് ഹു ഡ്രീവ് കാറ്റ്സ്, താജ്മഹൽ, വി ആർ ദ വേൾഡ് എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ്. കൂടാതെ യൂണിറ്റ് 2 വിങ്സ് ആൻഡ് വീൽസ് എന്ന് പറയുന്ന യൂണിറ്റ് 2-ൽ നിന്നുള്ള എ ഷിപ്പ്രൈക്ഡ് സെയിലർ, ഫ്രം എ റെയിൽവേ കാരേജ്, മാർവെലസ് ട്രാവൽ, ദ ലിറ്റിൽ റൗണ്ടഡ് ഹൗസ്. ഇത്രയും ചാപ്റ്റേഴ്സ് എന്തുണ്ട് ഇംഗ്ലീഷിൽ പഠിക്കേണ്ട. അപ്പോൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല പോലെ തന്നെ എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഹിന്ദി നോക്കാം. ഹിന്ദിയിൽ പ്രധാനമായിട്ടും ഈ ഒരു 4 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഞാൻ ഇങ്ങോട്ട് തന്നെ നിൽക്കല്ലേ. ഓക്കെ, ഷാൻഷാട്ട് അക്ബർ കെ കോൺ സിക്കായേങ്ക, ജ്ഞാൻമാർഗ്, സുഖ് ദുഃഖ്, പിതാക്ക, പ്രായശ്ചിത്. ഹിന്ദി ഞാൻ ഒരുപാട് കാലമായി ഹിന്ദിയൊക്കെ വായിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഹിന്ദിയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതെന്താ ഉഷാറായിട്ട് വൃത്തിയൊക്കെ പഠിക്കാം. നമ്മളെ ജസീന മിസ് അടിപൊളിയായിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. സോ ഇതെന്താ ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ മാത്തമെറ്റിക്സിൽ ഇത്രയും ചാപ്റ്റേഴ്സാണ്. തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, തുല്യ ത്രികോണങ്ങൾസ്, അതേപോലത്തെ ഇക്വേഷൻസ്, സമവാക്യങ്ങൾ, പൊളിഗൺസ്, ബഹുഭുജങ്ങൾ, ഐഡൻറ്റിറ്റീസ് മീൻസ് സർവ്വസമവാക്യങ്ങൾ. അതിൽ ഐഡൻറ്റിറ്റീസിൻ്റെ ഹാഫ് വരെ ഉള്ളൂ, പകുതി വരെ പഠിച്ചാൽ മതി. അതായത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഫുള്ളുണ്ട്, 4ാമത്തെ ചാപ്റ്റർ പകുതിയേ ഉള്ളൂ. അത് ഓർത്ത് വെക്കണം. ഈ 4ാമത്തെ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു എന്നിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പകുതിയെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ, ഓർത്ത് വെക്കുക. ദെൻ സോഷ്യൽ സയൻസിൽ അത്യാവശ്യം ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ആദ്യകാല മനുഷ്യജീവിതം, ഏർലി ഹ്യൂമൻ ലൈഫ്, അതേപോലെ തന്നെ നദീതട സംസ്കാരങ്ങളുടെ, ദ റിവർ വാലി സിവിലൈസേഷൻസ്, പിന്നെ ഭൗമരഹസ്യങ്ങൾ തേടി, ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്, പിന്നെ നമ്മുടെ ഗവൺമെൻറ്, അതും പകുതിയെ പഠിക്കേണ്ടതുള്ളൂ. അവർ ഗവൺമെൻറ് ഹാഫ് പഠിച്ചാൽ മതി. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് ഫുള്ളും 4ാമത്തെ ചാപ്റ്റർ ഹാഫും പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഫിസിക്സിൽ ആകെ 3 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് 3ഉം ബേസിക് സയൻസിലായിരിക്കും. ബേസിക് സയൻസിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിന് 3 പാർട്ടായിരിക്കും, 3 പാർട്ട് ഉണ്ടാവും, 3 ഡിവിഷൻ ഉണ്ടാവും. എന്നിട്ട് ഒരൊറ്റ ദിവസമായിരിക്കും ഈ ബേസിക് സയൻസിൻ്റെ എക്സാം. അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും. സോ അതെന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കാണണം. ഫിസിക്സിൽ ഫസ്റ്റ് അളവുകളും യൂണിറ്റുകളും, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, പിന്നെ മോഷൻ ചലനം, പിന്നെ ഫോഴ്സ് ബലത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. ബലത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ, ഹാഫ് ഉള്ളൂ. നെക്സ്റ്റ് കെമിസ്ട്രിയിൽ ആകെ 2 ചാപ്റ്റർ പഠിക്കാനുള്ളൂ, വളരെ സിമ്പിൾ. ഒന്ന് പദാർത്ഥ സ്വഭാവം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പിന്നെ രണ്ടാമത്തേത് പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ. ആൻഡ് ലാസ്റ്റ് അവർ ബയോളജി. ഓക്കെ, ബയോളജിയിലും 2 ചാപ്റ്ററേ പഠിക്കാനുള്ളത്. ഒന്ന് നമ്മളെ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, ദ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ, ആൻഡ് സെക്കൻഡ് വൺ സെൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് കോശജാലങ്ങൾ. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് ബേസിക് സയൻസിൽ നമ്മൾ പഠിക്കാനുള്ളത്.
ദെൻ പിന്നെ എന്താണ് കേരള പടാവലി മലയാളം ഫസ്റ്റ്. എല്ലാ വിദ്യാർത്ഥികളും മേ ബി മലയാളം ഫസ്റ്റ് ആവില്ല. ചില വിദ്യാർത്ഥികൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും അറബി ആയിരിക്കും, ചിലവർ ഉറുദു ആയിരിക്കും, ചിലവർ സംസ്കൃതമായിരിക്കും. അപ്പോൾ മലയാളം സെലക്ട് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മലയാളം സെലക്ട് ചെയ്ത കുട്ടികൾക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ സാന്ദ്ര സൗഹൃദം, അമ്മമ്മ, വഴിയാത്ര എന്നീ ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യേണ്ടത് മലയാളം സെക്കൻഡ് എടുത്ത കുട്ടികൾ പഠിക്കേണ്ടത്. അതേസമയം അറബി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത കുട്ടികൾ പഠിക്കേണ്ടത് യൂണിറ്റ് 1 യൂണിറ്റ് 2 ആണ്. അതാണ് എക്സാമിന് ഉണ്ടാവുക, ഓണം എക്സാമിന് കേട്ടോ. പിന്നെ ഉറുദു അതും അതേപോലെ തന്നെയാണ്, യൂണിറ്റ് 1 യൂണിറ്റ് 2 ആണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കേണ്ടത്. ആൻഡ് സംസ്കൃതത്തിലും നിങ്ങൾ സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവരും യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ഇതാണ് എന്ത് ചെയ്യേണ്ടത് ഓണം എക്സാമിന് പഠിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണം എക്സാമിൻ്റെ സിലബസ്. നമ്മളിപ്പോൾ എല്ലാ വിഷയവും കവർ ചെയ്തു. മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, ഉറുദു, പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാ വിഷയത്തിൻ്റെയും ഓണം എക്സാം സിലബസ് നമ്മൾ പക്ക ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് PDF നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ PDFും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതുപോലത്തെ മറ്റുള്ള എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോസും നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ സ്മൂത്തായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഇവിടെ നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയായിട്ട് പഠിക്കുക.